പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മൂത്ത മകൾ വീണ വിജയനെ കുറിച്ചിട്ടാണ്. എത്രയോ കഥകൾ നമ്മൾ കേട്ടു. അവർ പഠിച്ച കാലത്തെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടു. അവരൊരു സ്വകാര്യ കോളേജിൽ നിന്ന് മത്സര പരീക്ഷ എഴുതാതെയാണ് അവിടെ എഞ്ചിനീയറിംഗിന് ചേർന്നത് എന്ന് നമ്മൾ കേട്ടു. അവർ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സ്വകാര്യ IT കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി കയറിയതിനെക്കുറിച്ചിട്ട് നമ്മൾ കേട്ടു. അതിനുശേഷം അവർ എക്സാലോജിക് എന്ന് പറഞ്ഞൊരു വൺമാൻ കമ്പനി തുടങ്ങിയതായിട്ട് നമ്മൾ കേട്ടു. അവിടുത്തെ ദുരൂഹമായിട്ടുള്ള വരുമാന വർധനയെക്കുറിച്ചിട്ട് നമ്മൾ കേട്ടു. ആ കമ്പനിയുടെ മെൻഡറായി ഒരു ജെയ്ക്ക് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നത് നമ്മൾ കേട്ടു. അവരൊട്ടേറെ അനധികൃത ഇടപാടുകളുമായി അവർക്ക് ബന്ധമുള്ളതിനെക്കുറിച്ചിട്ട് കേട്ടു. അവർ നടത്തുന്ന അനധികൃത ഇടപാടുകളെക്കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ കേട്ടു. ഏറ്റവും അവസാനം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ വീണ വിജയൻ്റെ ഇടപെടലിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടു. അപ്പോൾ കുറച്ച് കാലമായി നമ്മൾ വീണ വിജയനെ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ. അതിലൊന്നുപോലും നിഷേധിച്ചുകൊണ്ട് അവർ ഇതുവരെ രംഗത്ത് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവരൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവരൊരു നിയമ നടപടി ആർക്കെങ്കിലും എതിരെ എടുത്തതായിട്ട് കണ്ടിട്ടില്ല. അവരൊരു മാനനഷ്ട കേസ് ആർക്കെങ്കിലും എതിരെ എടുത്തതായി കണ്ടിട്ടില്ല. ഇപ്പോൾ സ്വപ്ന സുരേഷൊക്കെ പലതവണ വെല്ലുവിളിച്ചിട്ടും ഇവരൊന്നും അനങ്ങിയിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിണറായി വിജയൻ്റെ മൂത്ത മകൾ വീണ വിജയനെക്കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ കേട്ടു. എന്നാൽ ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയാൻ പോകുന്നത് പിണറായി വിജയൻ്റെ മൂത്ത മകൾ വീണ വിജയനെക്കുറിച്ചിട്ടല്ല. ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് വീണ വിജയൻ്റെ സഹോദരൻ വിവേക് കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ്. ഒരു വീണ വിജയൻ്റെ ഇളയ സഹോദരനാണ്. വിവേക് കിരൺ എന്നും വിവേക് തായ്ക്കണ്ടിയിൽ നിന്നും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഗൾഫിലാണ്. ചിലർ ഒമാനിലാണെന്ന് പറയുന്നു, ചിലർ ദുബായിലാണെന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ മകനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ്റെ മകനെക്കുറിച്ചിട്ട് ഇപ്പോൾ വിവാദം വന്നിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? പിണറായി വിജയൻ്റെ മകൻ വിവേകിൻ്റെ ഭാര്യയുടെ അച്ഛൻ പ്രകാശനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദം വന്നിരിക്കുന്നു. ഈ പ്രകാശൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ബിനാമി സ്ഥാപനമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രാഫിക് ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പദ്ധതിയിൽ വലിയ തോതിൽ പണം കിട്ടിയ പ്രസാഡിയോ എന്ന് പറയുന്ന കമ്പനി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പ്രസാഡിയോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ടുള്ള സിവിൽ വർക്കുകൾ മുഴുവൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവസാനമായി കേൾക്കുന്നത് ഈ പിണറായി വിജയൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ ഈ കമ്പനി പ്രസാഡിയോയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിനാമി കമ്പനിയായിട്ടുള്ള പ്രസാഡിയോയ്ക്ക് കേരളത്തിൽ പല പദ്ധതികളും കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നു. K-ഫോൺ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നു. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ്റെ രണ്ടാമത്തെ മകൻ വിവേക് തായ്ക്കണ്ടിയിൽ, അല്ലെങ്കിൽ വിവേക് കിരണിനെ കുറിച്ചിട്ട് ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പൊതുജനങ്ങളുമായി പങ്കുവെക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ വിവേക് കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിണറായി വിജയൻ്റെ രണ്ടാമത്തെ മകൻ 2005 ലണ്ടനിലെ ബിർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ MBA പഠിക്കാൻ പോയിരുന്നു. ആ MBA പഠിക്കാൻ പോയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നിരുന്നു. ആ വിവാദം ഉയർത്തിയത് യഥാർത്ഥത്തിൽ CPMൻ്റെ മറ്റൊരു സമുന്നത നേതാവായിട്ടുള്ള VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയ്ക്ക് എഴുതിയ കത്തുകളിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത്, ഈ പിണറായി വിജയൻ്റെ രണ്ടാമത്തെ മകൻ വിവേക് കിരണിന് ബിർമിംഗ്ഹാമിൽ 2 വർഷത്തെ MBA കോഴ്സ് ചെയ്യാനായി ചെലവഴിച്ച 42 ലക്ഷം രൂപ ആരാണ് നൽകിയത് എന്നുള്ള ചോദ്യമാണ് അന്ന് VS അച്യുതാനന്ദൻ ഉയർത്തിയത്. ആ വിവാദം സംബന്ധിച്ചിട്ടുള്ള ചില വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അന്ന് നമ്മൾ ആദ്യം കേട്ടത്, ഈ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ MBA പഠിക്കുന്നതിന് തുടക്കം എന്നുള്ള നിലയിൽ 2,25,000 പൗണ്ട്, അതായത് അന്നത്തെ ഏതാണ്ട് 20 ലക്ഷം രൂപ ബർമിംഗ്ഹാമിലെ MBA പഠിക്കുന്നതിന് ആദ്യമായി തുടക്കത്തിൽ ട്യൂഷൻ ഫീസായി നൽകി എന്നാണ് നമ്മൾ കേട്ടത്. എന്നാൽ 2 വർഷത്തെ MBA കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്ട് 42-നും 50 ലക്ഷത്തിനും
ഇടയ്ക്ക് കൊടുത്തു എന്നാണ് നമ്മൾ അന്ന് അറിഞ്ഞത്. 2 വർഷത്തെ പഠനമാണ്. ബർമിംഗ്ഹാം സർവകലാശാല എന്ന് പറഞ്ഞാൽ സ്വാശ്രയ സ്വയംഭരണ സർവകലാശാലയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അന്ന് ഉയർന്നു വന്ന ചോദ്യം, ഈ പണം, ഈ 42 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിലുള്ള ഈ പണം എങ്ങനെ പിണറായി വിജയന് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ പറഞ്ഞത്, ഒന്ന്, പിണറായി വിജയന് ഇത് കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവണം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പണം സ്വീകരിക്കണം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പണം നൽകി സഹായിക്കണം. ഈ 4 സാധ്യതകളാണ് അന്ന് വന്നത്. ഒന്ന്, അദ്ദേഹത്തിന് സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കണം. രണ്ടാമത്, ബാങ്കിൽ നിന്ന് ലഭിക്കണം. 3, സ്കോളർഷിപ്പ് ലഭിക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നൽകി സഹായിക്കണം. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഒന്ന് വ്യക്തമായിരുന്നു. 24 മാസത്തേക്ക് 2 വർഷത്തേക്ക് ഏതാണ്ട് 42-50 ലക്ഷത്തിനും ഇടയ്ക്ക് പണം മുടക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ധനസ്ഥിതി പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു. 2, പിണറായി വിജയൻ ഈ വിവേക് കിരണിനെ അവിടെ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് വായ്പ എടുത്തിട്ടുമില്ല എന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പ് എറണാകുളത്തുള്ള ഒരു സ്വാശ്രയ കോളേജിൽ GPC നായരുടെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിൻ്റെ പേര് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്നായിരുന്നു. അവിടെ PG ഡിപ്ലോമ പഠിക്കാൻ വേണ്ടി പിണറായി വിജയനും ഭാര്യയും ജാമ്യം നിന്നുകൊണ്ട് ഏതാണ്ട് 3,23,600 രൂപയുടെ ഒരു വായ്പ എടുത്തിരുന്നു. അവിടുന്ന് SBTയുടെ കലൂർ ശാഖയിൽ നിന്ന്. അത് ഈ ബർമിംഗ്ഹാമിൽ പോകുന്നതിന് മുമ്പ് എടുത്ത വായ്പയായിരുന്നു. ആ വായ്പ തിരിച്ചടയ്ക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ അന്ന് വന്നിരുന്നു. എന്തായാലും ബർമിംഗ്ഹാമിൽ പോകാൻ വേണ്ടി വായ്പ പിണറായി വിജയൻ എടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ വായ്പ എടുക്കുന്നതിന് മുമ്പ് പിന്നെ വിവേക് കിരണ് ബർമിംഗ്ഹാമിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ പോകേണ്ടി വന്നപ്പോൾ ഇത്രയും കൂടുതൽ ഫീസ് എങ്ങനെ അടച്ചു എന്ന് ചോദിച്ചപ്പോൾ പാർശ്വവൃത്തികൾ അന്ന് നൽകിയ മറുപടി എന്ന് പറഞ്ഞാൽ വിവേക് കിരണിന് സ്കോളർഷിപ്പ് ലഭിച്ചു എന്നായിരുന്നു. എന്നാൽ ആ വാർത്ത പച്ചക്കള്ളമായിരുന്നു എന്ന് അന്ന് തന്നെ വന്നിരുന്നു. അന്ന് ഈ വിവേക് കിരണിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീ ഡിഗ്രി SSLC അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അന്ന് പുറത്തു വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് SSLCക്ക് അതിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എല്ലാം 3rd ക്ലാസ്സിലാണ് പാസ്സായത്. ആ 3rd ക്ലാസ്സിൽ പാസ്സായിട്ടുള്ള വിവേക് കിരൺ പിന്നീട് 2002 മറ്റാണെന്ന് തോന്നുന്നു GPC നായർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി നടത്തുന്ന SCMS സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് അവിടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ PG ഡിപ്ലോമ എടുത്തു. ആ ഡിപ്ലോമ 2002-2004 കാലഘട്ടത്തിലാണ് അദ്ദേഹം എടുത്തത്. ആ ഡിപ്ലോമ എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഡിപ്ലോമയ്ക്ക് ചേരുന്നതിന് സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടും വലിയൊരു വിവാദം അന്ന് ഉണ്ടായിരുന്നു. അതായത് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചത്. ആ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് 2001 MG യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് ഈ MBA കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്സ്, കൊമേഴ്സ് പോലുള്ള MBA കോഴ്സുകൾക്ക് ഏറ്റവും മിനിമം മാർക്ക് 50%-ഉം 48%-ഉം ആയിരിക്കണം എന്നാണ് 2001 MG യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അന്ന് തീരുമാനിച്ചത്. അതായത് മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 50%-ഉം 48%-ഉം ആയിരിക്കണം. അന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണ് തീരുമാനിച്ചത്. അന്ന് CPMൻ്റെ സിൻഡിക്കേറ്റായിരുന്നു. എന്നാൽ നമുക്കറിയാൻ കഴിഞ്ഞത് 2002 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ഈ മാർക്കിൽ ഇളവ് കൊടുത്തു എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി 2002 ഇളവ് കൊടുത്തു. അപ്പോൾ മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 50%, 48%. ആർട്സ്, കൊമേഴ്സിൽ 50%, 48%ആണ് വേണ്ടിയിരുന്നത്. എന്നാൽ ഒരു വിദ്യാർത്ഥി ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ആ വിദ്യാർത്ഥി MIT മത്സര പരീക്ഷകളായിട്ടുള്ള MIT, CAT, KMIT എന്ന് പറഞ്ഞ പരീക്ഷകളൊന്നും പാസ്സായിരുന്നില്ല. ആ വിദ്യാർത്ഥിക്ക് 50%-നും 48%-നും പകരം ആ വിദ്യാർത്ഥിക്ക് 44% മാത്രം മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അന്നത്തെ യൂണിവേഴ്സിറ്റിയുടെ മിനിറ്റ്സിൽ നിന്ന് തന്നെ പുറത്തു വന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് മിനിമം മാർക്ക് തിരുത്തി. 50-48% മാർക്ക് വേണ്ടിയിരുന്നിടത്ത് 44% മാത്രമുള്ള ഒരു വിദ്യാർത്ഥിക്ക് അവർ അഡ്മിഷൻ കൊടുത്തു. എവിടെ? മഹാത്മാഗാന്ധി സർവകലാശാലയിൽ. ആ വിദ്യാർത്ഥി ആരായിരുന്നറിയാമോ? ആ വിദ്യാർത്ഥി ആയിരുന്നു പിണറായി വിജയൻ്റെ 2ാമത്തെ മകൻ വിവേക് കിരൺ, അല്ലെങ്കിൽ വിവേക് തായ്ക്കണ്ടിയിൽ. അപ്പം പ്രവേശനത്തിൽ തന്നെ തിരിമറി നടത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ്റെ 2ാമത്തെ മകൻ ഈ MBA ഡിപ്ലോമ കോഴ്സിന് GPC നായരുടെ SCMS എന്ന് പറഞ്ഞ കോളേജിൽ ചേർന്നത് എന്ന് വരുന്നു. അങ്ങനെ അവിടുന്ന് അദ്ദേഹം പാസ്സായി. ആ തിരുമറി നടത്തി അവിടെ കയറി അദ്ദേഹം
അവിടുന്ന് പാസ്സായപ്പോഴും സി ഗ്രേഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 3ാം ക്ലാസ്സിലാണ് അവിടെ നിന്നും പാസ്സായത്. അതിനുശേഷമാണ് ബർമിംഗ്ഹാമിലേക്ക് MBA പഠിക്കാൻ പോകുന്നത്. അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ സ്പോൺസർ ഉണ്ടാവണം. സ്പോൺസറിൻ്റെ കോളം ഫില്ല് ചെയ്തിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് മാത്രമല്ല 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണമെന്നും അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു തെളിവും അന്ന് പുറത്തു വന്നിരുന്നില്ല. കുറേ നാൾ സിംഗപ്പൂരിലായിരുന്നു എന്ന് പറയുന്നു. സിംഗപ്പൂരിൽ അവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഉറപ്പുമില്ല. പക്ഷേ അന്ന് സിംഗപ്പൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനും കുടുംബവും സിംഗപ്പൂരിൽ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അവർ ആ സിംഗപ്പൂരിൽ പോകുന്ന സമയത്ത് ഫാരീസ് അബൂബക്കർ എന്ന് പറഞ്ഞ കിഡ്നി തട്ടിപ്പിൽ ഇടപെട്ടിട്ടുള്ള വിവാദ വ്യവസായി സിംഗപ്പൂരിലുണ്ടായിരുന്നു. അപ്പോൾ സിംഗപ്പൂരിൽ ആരാണ് സ്പോൺസർ ചെയ്തതെന്ന് അറിയില്ല, വർക്ക് എക്സ്പീരിയൻസ് എന്താണ് ഉണ്ടായതെന്ന് അറിയില്ല. സിംഗപ്പൂരിൽ പോകുമ്പോൾ ആ കോളം ഫില്ല് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും 2 കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഇതിൽ നിന്ന്. 2 കാര്യങ്ങൾ. അതിലൊന്ന്, PG ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനും ഭാര്യയും ജാമ്യം നിന്ന് ഈ വിവേക് കിരണിന് 3,23,600 കോടി രൂപയുടെ 600 രൂപയുടെ വായ്പ എടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ പണമില്ലാത്തതുകൊണ്ടാണ് ആ വായ്പ എടുത്തത്. പക്ഷേ ആ പഠനം കഴിഞ്ഞ് ആ വായ്പ 3 ലക്ഷം ശതമാനത്തിൻ്റെ പഠനം, ആ 3 ലക്ഷം ശതമാനം വായ്പ എടുത്ത് പഠിച്ചല്ലോ. അപ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ടാണല്ലോ വായ്പ എടുത്തത്. ആ വായ്പ എടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ 20 ലക്ഷം രൂപയും ട്യൂഷൻ ഫീസും ഉൾപ്പെടെ 2 വർഷത്തേക്ക് 50 ലക്ഷം രൂപ മുടക്കി മകനെ പിണറായി വിജയൻ അയച്ചെങ്കിൽ ആ പണം ആരാണ് ചെലവഴിച്ചത്? ആ ചോദ്യമാണ് അന്ന് പ്രധാനമായിട്ട് ഉന്നയിച്ചത്. കാരണം അതിനു മുമ്പുള്ള PG ഡിപ്ലോമ പഠിച്ച സമയത്ത് 3,4 ലക്ഷം രൂപ വായ്പ എടുത്താണ് ഭാര്യയും ഭർത്താവും കൂടി, പിണറായി വിജയനും കമലയും കൂടി. അത് പണമില്ലാത്തതുകൊണ്ടായിരുന്നല്ലോ. എന്നാൽ അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് 2 വർഷത്തേക്ക് ബർമിംഗ്ഹാമിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് MBA പഠിക്കാൻ പോയപ്പോൾ 50 ലക്ഷം രൂപ ചിലവാക്കി. ആ 50 ലക്ഷം രൂപ ചിലവാക്കിയത് ആരാണെന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. പണമടച്ചത് പിണറായി വിജയനാണെന്നും ഒരുറപ്പുമില്ല. പിണറായി വിജയൻ അത് പണം അടച്ചതിനെ കുറിച്ചിട്ട് വേണ്ടിയിട്ടില്ല. അപ്പോൾ ആരോ പണം കൊടുത്തിട്ടുണ്ട്. സ്കോളർഷിപ്പ് ഇല്ലാതെയാണ് പോയത്, ബാങ്ക് വായ്പ ഇല്ലാതെയാണ് പോയത്. SSLC മുതൽ മുകളിലോട്ട് ഉള്ളതെല്ലാം 3ാം ക്ലാസ് 3rd ക്ലാസ്സിലാണ് പാസ്സായത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാവുന്നത് വിവേക് തായ്ക്കണ്ടിയിൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ 2ാമത്തെ മകൻ വിവേക് തായ്ക്കണ്ടിയിലെ വിവേക് കിരൺ, ആ വിവേക് കിരണിനെ ആരോ ദത്തെടുത്തു എന്നുള്ളതാണ്. വിവേക് കിരണിൻ്റെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ പഠനം നടത്താനുള്ള പണം ആരോ നൽകി എന്നുള്ളതാണ്. വിവേക് കിരണിനെ 50 ലക്ഷം രൂപ കൊടുത്ത് ആരോ ദത്തെടുത്തു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാരാണ്? അപ്പോൾ വിവേക് കിരൺ ആരോ ദത്തെടുത്തു നമ്മൾ പറയാൻ കാര്യം എന്താ? വിവേക് കിരണി 2005 ലണ്ടനിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ 50 ലക്ഷം രൂപ മുടക്കി MBA പഠിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ടാണ് ആരാണ് ദത്തെടുത്തത് നമ്മൾ ചോദിക്കുന്നത്. 50 ലക്ഷം രൂപ മുടക്കി മകനെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും പിണറായി വിജയനില്ലായിരുന്നു. അപ്പോൾ ആരോ പിണറായി വിജയൻ്റെ മകനെ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തു എന്നുള്ളതല്ലേ അർത്ഥം? എന്തിൻ്റെ പേരിലാണ് ഈ ഔദാര്യം കൊടുത്തത്? ആ ഔദാര്യം കൊടുത്തവർക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്തോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ 2000-ൻ്റെ മധ്യം മുതൽ തന്നെ പാർട്ടി അംഗങ്ങളുടെ മനസ്സിൽ കിടക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതിനുശേഷം നമ്മൾ പിന്നീട് അറിഞ്ഞെന്താണ്? വിവേക് തായ്ക്കണ്ടിയിൽ എന്ന് പറഞ്ഞാൽ ഈ 3ാം ക്ലാസ്സുകാരൻ എന്തോ HSBC ബാങ്കിൽ എന്തോ ഒരു മൾട്ടിനാഷണൽ HSBC ബാങ്ക്, HSBC എന്ന് പറഞ്ഞിട്ടുള്ള ഹോങ്കോങ് ആസ്ഥാനമാക്കിയിട്ടുള്ള വലിയ മൾട്ടിനാഷണൽ ബാങ്കിൻ്റെ ദുബായ് ശാഖയിൽ ജോലി ചെയ്തിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഒമാനിലോ ദുബായിലോ എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കേൾക്കുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതിനെക്കുറിച്ചിട്ടില്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹോദരിക്കും അവിടെ എന്തോ വലിയ ആഡംബര ഫ്ലാറ്റ് ഫാരീസ് അബൂബക്കർ കൊടുത്തു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നു. പിന്നീട് നമ്മൾ ഇടയ്ക്ക് കേട്ടത് പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരൺ പ്രകാശൻ എന്ന് പറഞ്ഞ വലിയൊരു ഗൾഫിലുള്ള ഒരു മുതലാളിയുടെ 2ാമത്തെ മകളെ വിവാഹം ചെയ്തു എന്നാണ്. ആ വിവാഹം അത്യാഡംബരപൂർണ്ണമായിട്ടാണ് തലശ്ശേരിയിൽ നടന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. വലിയ ട്രാഫിക് ബ്ലോക്ക്, ആയിരക്കണക്കിന് വാഹനങ്ങളാണ് വന്ന് വലിയ ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ടായി. ആ പ്രകാശൻ എന്ന് പറഞ്ഞ ആൾ ഗൾഫിലെ രാജാക്കന്മാരുടെ ഈ അവരുടെ കാറ് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന കോടീശ്വരനായിട്ടുള്ള ഒരു വ്യവസായിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് 3 പെൺമക്കളുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. ആദ്യത്തെ മകൻ എന്തോ അലൂമിനിയം ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ കച്ചവടം നടത്തുന്നു. 2ാമത്തെ മകനാണ് പിണറായി വിജയൻ്റെ 2ാമത്തെ മകളെയാണ് പിണറായി വിജയൻ്റെ മകനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ മകൻ
സ്വിമ്മിംഗ് പൂള് നിർമ്മിക്കുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്നു, ഒരു കമ്പനി നടത്തുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇപ്പം നമ്മളെന്താ കേൾക്കുന്നത്? ഈ പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണിൻ്റെ ഭാര്യയുടെ അച്ഛൻ പ്രകാശിൻ്റെ ബിനാമി സ്ഥാപനമായിട്ടുള്ള പ്രസാഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിനാമി കമ്പനിക്ക് കേരളത്തിൽ ഒട്ടേറെ പദ്ധതികളിൽ അവർക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നും ശതകോടികളുടെ പദ്ധതികൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട് എന്നുമാണ് നമ്മൾ അറിയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രോജക്റ്റിലെ സിവിൽ വർക്കുകൾ മുഴുവൻ പ്രസാഡിയോ ആണ് ചെയ്യുന്നതെന്നും അവർക്ക് 35-40 കോടി രൂപ ആ പ്രോജക്റ്റ് മാത്രം കിട്ടുന്നുണ്ട് എന്നും നമ്മൾ കേൾക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ നമുക്കെന്താ കാണാൻ കഴിയുന്നത്? പിണറായി വിജയൻ്റെ മകൾ മാത്രമല്ല വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, മകൾ മാത്രമല്ല അനധികൃത ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം മകൾക്ക് മാത്രമല്ല എന്നും മകനുമായി ബന്ധപ്പെട്ടും മകൻ്റെ ഭാര്യയുമായി അച്ഛനുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ടെന്നുമാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. എന്തായാലും മകളെപ്പോലെ തന്നെ മകൻ്റെയും പശ്ചാത്തലം സുതാര്യമല്ല എന്ന് വ്യക്തം. 2000-ൻ്റെ മധ്യത്തിൽ തന്നെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ സ്വന്തം മകനെ ബർമിംഗ്ഹാമിൽ വിട്ട് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 250 കോടി രൂപ ചെലവഴിച്ചുവെന്നും അത് പിണറായി വിജയൻ അല്ല ചെലവഴിച്ചതെന്നും ആരോ പിണറായി വിജയൻ്റെ മകന് വേണ്ടി 250 കോടി രൂപ മുടക്കുകയായിരുന്നുവെന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മകൻ ഇവിടെ PG ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അനധികൃതമായി വിവേക് കിരണ് മാത്രം മാർക്ക് മിനിമം മാർക്കിൻ്റെ മാനദണ്ഡം തിരുത്തിക്കൊണ്ട് പ്രവേശനം കൊടുത്തതായിട്ടും ഇപ്പം നമ്മൾ മനസ്സിലാക്കും. ഈ വിശദാംശങ്ങൾ മുഴുവൻ അന്ന് 2000-ൻ്റെ മധ്യത്തിൽ തന്നെ അന്ന് പ്രശസ്ത മാധ്യമപ്രവർത്തകനായിട്ടുള്ള G ശക്തിധരൻ എഡിറ്ററായിട്ടുള്ള ജനശക്തി എന്ന് പറഞ്ഞ വാരികയിൽ ബർമിംഗ്ഹാമിൽ പഠിക്കുന്ന പിണറായി വിജയൻ്റെ മകൻ ആരുടെ ദത്തുപുത്രൻ എന്ന് ചോദിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു ലേഖനം അന്ന് ജനശക്തി ആഴ്ചപ്പതിപ്പിൽ വരികയുണ്ടായി. അപ്പോൾ പിണറായി വിജയൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ആ വിശദാംശങ്ങളെല്ലാം ആ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ മകൾ മാത്രമല്ല മകൻ വിവേക് കിരണും വിവാദ പുരുഷനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്.